ജയപ്രസാദ് സാറ് കേരളത്തിൻ്റെ സോഷ്യോ എക്കോണമിക് അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയിട്ടുള്ള ആളാണ്. വളരെ അക്കാഡമിക് ആയിട്ടുള്ളൊരു സ്റ്റഡി. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സോഷ്യോ ഇക്കണോമിക് ബേസ് വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ബേസ് എന്ന് പറയുന്നത് ചില പാർട്ടികൾക്ക് വളരെയധികം കുറഞ്ഞു. UDF മുന്നണിക്കും കുറഞ്ഞു, LDF മുന്നണിക്കും ആ ബേസ് വളരെ കുറഞ്ഞു. ഈ ബേസ് ഇപ്പോൾ വന്നിരിക്കുന്നത് NDAയിലേക്കാണ്. NDA കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവരുടെ സോഷ്യോ ഇക്കണോമിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഒരു സോളിഡ് ബേസാണ്. പെട്ടെന്നൊന്നും നഷ്ടപ്പെടുന്നതല്ല. നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടുന്നു എന്നുള്ളതല്ല, പക്ഷേ അതിൻ്റെ ബേസ് വർദ്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ശക്തിയാണ്. അപ്പോൾ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അവർക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു ബേസ് അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അതുണ്ടാവും. സീറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു സത്യമായി തന്നെ അവശേഷിക്കുകയല്ലേ. അത് കേരളത്തിൻ്റെ പൊതുവായൊരു ഹിന്ദു സമൂഹത്തിൻ്റെ സാമൂഹ്യ ഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 78% ഹിന്ദുക്കളും പിന്നോക്ക വിഭാഗങ്ങളാണ്. അതായത് ഈഴവർ തൊട്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ വരെയുള്ള സമൂഹങ്ങളാണ്. അതിൽ മുന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നായർ വിഭാഗവും നായറും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഭാഗങ്ങളും പിന്നീട് ബ്രാഹ്മിൻ എന്ന് പറയുന്നത് ഏതാണ്ട് 1% താഴെയാണ് ഉള്ളത്. എല്ലാം കൂടെ ഒരു 10-13% അവരുള്ളത്. ഹിന്ദു ജനസംഖ്യയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 22% ഉള്ളൂ കേരളത്തിലെ മുന്നോക്ക വിഭാഗങ്ങൾ. 22-23% വരും. ബാക്കി എല്ലാവരും പിന്നോക്ക വിഭാഗങ്ങളാണ്. അപ്പം കേരളത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ദേശീയ പാർട്ടിക്ക്, അതായത് ന്യൂനപക്ഷങ്ങളെ പോലെ മതകേന്ദ്രീകൃതമല്ലാത്ത ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ജനകീയമാകണമെങ്കിൽ ഈ പിന്നോക്ക ദളിത് വിഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നേ പറ്റുള്ളൂ. BJPക്കും കേരളത്തിൽ ഒരു ശക്തമായ സാന്നിധ്യം അറിയിക്കണമെങ്കിൽ അവർക്ക് ഇവരുടെ പിന്തുണ കൂടിയേ തീരുള്ളൂ. അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം കേരളത്തിൻ്റെ ജനസംഖ്യാപരമായിട്ടും ഒരു സവർണ സമൂഹം എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഒരു വോട്ട് ബേസ് ഇല്ല. മറ്റേ നമ്മൾ ജില്ലകൾ തിരിച്ച് പരിശോധിച്ചു. ഞാൻ 14 ജില്ലകളുടെയും കണക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിലെ ഭൂരിപക്ഷം ജില്ലകളിലെയും ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി പിന്നോക്കക്കാരിൽ ആണ് അതിൻ്റെ മെജോറിറ്റി ഷെയർ വരുന്നത്. അതിൽ പിന്നോക്കക്കാരെ തന്നെ നമുക്ക് ഈഴവർ ഒരു വിഭാഗം, വളരെ പിന്നോക്ക വിഭാഗങ്ങൾ സംഘടിതമായി SNDP പോലെയുള്ള മൂവ്മെൻറ്റിലൂടെ നിൽക്കുന്ന ഈഴവ സമൂഹം, തീയ വിഭാഗങ്ങൾ അല്ലെ. അത് തീയ വിഭാഗങ്ങളിൽ മലബാറിലെ SNDPക്ക് വലിയ ശക്തിയൊന്നുമില്ല കേട്ടോ. തെക്കൻ ഭാഗത്താണ്. NSS എന്നുള്ള നായർ സമുദായത്തിന്റെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈഴവരല്ല ഞങ്ങളെന്നാണ് തീയര് പലപ്പോഴും. അതൊന്നും കറക്റ്റ് ഒന്നുമില്ല. അത് ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ പൊതുവേ രണ്ടും അത് ഒരു റീജിയണലായിട്ട് തിരുവിതാംകൂർ, കൊച്ചി, മലബാറും ഭാഗത്ത് വ്യത്യസ്ത പേരാണ്. അത് സൗത്ത് കർണാടകയിൽ ബില്ലവ എന്നുള്ള വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 3 വിഭാഗങ്ങളോട് ചേർന്നാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് ഈഴവ എന്ന് പറയുക. അപ്പോൾ ഈ വിഭാഗങ്ങളെ കടന്നു ചെല്ലാത്തടത്തോളം കാലം BJPക്ക് ആണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് പോകാൻ കഴിയില്ല. കോൺഗ്രസ് കേരളത്തിൽ സർവൈവ് ചെയ്തത് അങ്ങനെയല്ല. ഒരു കോയലേഷൻ പോലെ എല്ലാ ജാതി സമവാക്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അത് സ്വാതന്ത്ര്യാനന്തരം രൂപപ്പെട്ടത് പ്രധാനമായിട്ടും ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ വിഭാഗങ്ങളും കൂടി ചേർന്നുള്ളൊരു കോമ്പിനേഷനിലാണ് കോൺഗ്രസ് വർക്ക് ചെയ്യുക. അതിൻ്റെ പ്രത്യേകിച്ചൊരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലല്ല അവരുടേത്. അതൊരു അംബ്രല്ല ഓർഗനൈസേഷനായിരുന്നു. പക്ഷേ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ വന്നത് സവർണരായിട്ടുള്ള നേതാക്കളും അണികൾ 90% പിന്നോക്ക അവശ വിഭാഗങ്ങളുമാണ്. അതായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത്. പശ്ചിമ ബംഗാളും കേരളവും കൂടെ നമ്മൾ താരതമ്യം ചെയ്യും. പശ്ചിമ ബംഗാൾ അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ 70കളിലാണ് ശക്തിയാകുന്നത്. പിന്നെ പശ്ചിമ ബംഗാളിൻ്റെ ജനസംഖ്യാപരമായിട്ട് OBC വിഭാഗങ്ങൾ അവിടെ കുറവാണ്. അവിടെ മുന്നോക്ക വിഭാഗങ്ങളും പിന്നെ SC ST വിഭാഗങ്ങളും പിന്നെ മൈനോറിറ്റി വിഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉദാഹരണത്തിന് പുന്നപ്ര വയലാറിലെ രക്തസാക്ഷികൾ മുഴുവനും പിന്നോക്ക വിഭാഗങ്ങളാണ്. ഒരാൾ പോലും സവർണ സമൂഹത്തിൽ നിന്നായിട്ടില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ രക്തസാക്ഷികളിലെ 98% ഈഴവ തീയ വിഭാഗമോ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗമാണ്. അതിൽ 95% തീയരോ ഈഴവരോ ആണ്. അത് പുന്നപ്പുറയിലെ വയലാറിലെ രക്തസാക്ഷിയാണെങ്കിലും കണ്ണൂരിലെ രക്തസാക്ഷിയാണെങ്കിലും ഏതൊക്കെ രക്തസാക്ഷി വിരലിൽ ഉണ്ടാവുന്ന രക്തസാക്ഷികളാണ് അല്ലാതെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുതെന്ന് പറയുന്നത് ഈ പറഞ്ഞ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. കേരളത്തിലെ BJP ശക്തമാകുന്നതിന് തന്നെ കേരളത്തിലെ എല്ലാ ഗ്രാമീണ മേഖലയിലും RSS കടന്നു വന്നിരുന്നു. അപ്പോൾ RSS പൊളിറ്റിക്കലി ഒരു ശക്തിയല്ലെങ്കിലും സാമൂഹ്യമായി കേരളത്തിൻ്റെ
അത് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരുപോലെ എല്ലാ ഭാഗത്തും RSSന്റെ വ്യാപ്തി ഉണ്ടായി. അതൊരു പൊളിറ്റിക്കൽ ഫോഴ്സായി വരാത്ത കേരളത്തിലെ പ്രത്യേക മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ BJPക്ക് ഒരിക്കലും കേരളത്തിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞിരുന്നില്ല ഈ 2014 വരെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ അടിത്തറയുണ്ടായിരുന്നു. അപ്പോൾ RSS കേരളത്തിൽ വളരുന്നത് ബേസിക്കലി ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളിലാണ്. പിന്നാക്ക വിഭാഗങ്ങൾ, അല്ലാതെ RSS ഒരു സവർണ സംഘടന ആയിട്ടല്ല കേരളത്തിൽ വരുന്നത്. അപ്പം ഈ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് RSS മാർക്സിസ്റ്റ് സംഘർഷത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ മാർക്സിസ്റ്റുകാരാൽ കൊല്ലപ്പെട്ടിട്ടുള്ള എല്ലാ RSSകാരും ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ്. കാരണം അവശ്യ വിഭാഗങ്ങളാണ്. കാരണം അവരെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം അവരിലേക്ക് കടന്നു വരുന്നതാണ് CPMന്റെ ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇത് വന്നു. പിന്നീട് നമ്മൾ കണ്ടത് BJPയുടെ കടന്നു വരുന്നത്. BJP ദേശീയ തലത്തിൽ തന്നെ ഒരു സാമൂഹിക സമരസത എന്നുള്ള തലത്തിൽ ഈ ജാതിക്ക് അതീതമായിട്ട് സമൂഹത്തെ കോർത്തിണക്കുന്ന തരത്തിലേക്ക്, വിശേഷിച്ചും പിന്നോക്ക വിഭാഗങ്ങളിൽ, ദളിത് വിഭാഗങ്ങളിൽ, പട്ടികവർഗ വിഭാഗങ്ങളിലൊക്കെ വ്യാപകമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ RSS നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. വിശേഷിച്ചും ആദിവാസി മേഖലകളിലാണ് RSS ഏറ്റവും കൂടുതൽ കടന്നു കയറിയത്. ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു 25 വർഷമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിലെ ST അംഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ST അംഗങ്ങളിൽ പട്ടികവർഗ വിഭാഗങ്ങളിൽ, വിശേഷിച്ച് 2004 2009 ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ BJP അംഗങ്ങളാണ്. ദളിതരെ ഏറ്റവും കൂടുതൽ ദളിതരല്ല, പട്ടികവർഗ വിഭാഗം മൊത്തത്തിൽ. അപ്പം ദളിത് വിഭാഗങ്ങളിൽ കുറച്ചുകൂടെ കോൺഗ്രസിനോടാണ് ചേർന്ന് നിന്ന്, സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും UPയിലും ബീഹാറിലും ഒക്കെ. പക്ഷേ BJPയിലേക്ക് ആദ്യം പട്ടികവർഗ വിഭാഗമാണ് വന്നത്. പക്ഷേ പിന്നീട് ആ കോമ്പിനേഷൻ മാറി. അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ BJPയുടെ ഓരോ സംസ്ഥാനത്തിനും പിന്നോക്ക ദളിത് അവശ്യ വിഭാഗങ്ങൾ ആണ് BJPയിൽ ഏറ്റവും ശക്തമായി മുന്നോട്ട് വന്നതും ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുള്ളത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രപതിയായിട്ടും ഉപരാഷ്ട്രപതിയായിട്ടും ദളിതരും അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെയും പ്രധാനമന്ത്രിയായിട്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളെ ആ തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. കേരളത്തിൽ അതിൻ്റെതായ മാറ്റം ഉണ്ടായിരുന്നു. സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇന്ത്യ മൊത്തമായിട്ട് കൊണ്ടുവന്നു. അത് കേരളത്തിൽ തന്നെ ഞാനൊരു വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു, NDA ഈ പ്രാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഒരു കണക്കൊന്നും വന്നിട്ടില്ല, പക്ഷേ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞത് ഈ പോളിംഗിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു സത്യം, ഈ സോഷ്യൽ എഞ്ചിനീയേഴ്സ് പറയുന്ന ഒരു കാര്യവും ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും ധാരാളമായിട്ട് ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ NDAയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ആ ഒരു സത്യം. അതിൻ്റെ കൂടെ ഇപ്പോൾ കാസ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികളിലെ സംഘടിത വിഭാഗമായിട്ടുള്ള കാസ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ പിന്തുണ BJPക്കായിരിക്കുമെന്നാണ്. അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിൽ നിന്നും അങ്ങനെ ഒരു പിന്തുണ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് വളരെയധികം വിപുലവും വിശാലവുമായിട്ടില്ല NDAയുടെ. അല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിലേക്ക് വളരെയധികം കടന്നുകയറ്റം NDA BJP നടത്തി കഴിഞ്ഞു. 2016 തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ തുടക്കം. BDJS രൂപീകരിച്ചുകൊണ്ട് SNDPയുടെ പിന്തുണയോടെ BJPയുടെ ഘടകകക്ഷിയായിട്ട് 2016 ഏതാണ്ട് 15.6% വോട്ട് നേടുകയുണ്ടായി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പത്തനംതിട്ട, അതുപോലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ഈ ജില്ലകളിൽ BJPയുടെ വോട്ട് ഷെയർ 2015 വളരെയധികം ഉയരുകയുണ്ടായി. പല മണ്ഡലങ്ങളിലും 20,000 30,000 വോട്ട് നേടുന്ന അവസരം. ഉദാഹരണത്തിന് തന്നെ തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ 2015 30,000-ഓളം വോട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള വലിയൊരു മുന്നേറ്റം അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് NDA 2016 തന്നെ. നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ട് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. അതിൻ്റെ സോഷ്യൽ ബേസിസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് UDFിലാണെങ്കിൽ ജമായത്തയുടെ പിന്തുണയുണ്ട്, സ്പഷ്ടമായിട്ട് അവർ സപ്പോർട്ട് സ്വീകരിക്കുകയും ചെയ്യും. മറുവശത്ത് LDFിലാണെങ്കിൽ PDPയുടെ പിന്തുണയുണ്ട്, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുണ്ട്. വാസ്തവത്തിൽ നമ്മൾ പറയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ വർഗീയ മുന്നണി, അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ വർഗീയ മുന്നണിയാണ്. വർഗീയ കക്ഷികളുണ്ട്, മുസ്ലിം ലീഗ് കൂടാതെ തന്നെ അവരുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അതേസമയം വർഗീയ കക്ഷികളൊന്നും ഇല്ലാത്ത ഒരു മുന്നണി എന്ന് പറയുന്നത് NDAയുടെ 2020 പാർട്ടി വർഗീയ കക്ഷിയല്ല. അതുപോലെ തന്നെ BDJS ഒരു വർഗീയ കക്ഷി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കക്ഷികളുള്ള ഒരു വർഗീയതയുടെ ഒരു പരിവേഷമില്ലാത്ത മുന്നണി എന്ന് പറയുന്നത് NDA മാത്രമാണ്, അല്ലേ വാസ്തവത്തിൽ? ഇപ്പോൾ കേരളത്തിൽ എന്നിട്ട് ഈ BJP ആണ് വർഗീയം എന്ന് വരുന്നത്. കേരളത്തിലെ നെറേറ്റീവ്, നമ്മുടെ മുഖ്യധാരാ മാധ്യമ നെറേറ്റീവിലൊക്കെ വർഗീയ പാർട്ടി എന്ന് പറയുന്നത്, ഫാസിസം എന്ന് പറയുന്നത് തന്നെ BJP മാത്രമാണ്. കേരളത്തിലെ ജമായത്തെ ഇസ്ലാമിയും SDPI PDP മുസ്ലിം ഇതൊക്കെ തന്നെ മതേതര പാർട്ടികളാണ്.
ഇപ്പോൾ കേരളത്തിൽ ഈവൻ തീവ്രവാദികൾ, അതായത് നമ്മുടെ അധ്യാപകന്റെ കൈവെട്ടിയ പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയ ആളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ വരുമ്പോഴത്തേക്കും അതൊരു മതേതരവാദികളാണ്. അഭിമന്യുവിന്റെ കഴുത്ത് വെട്ടിയവരും എല്ലാം മതേതരവാദി. അവരാരും തന്നെ നമ്മൾ കേരളത്തിൽ അതുകൊണ്ട് നമ്മൾ നടക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളെ ചർച്ചയിലൊക്കെ തന്നെ വർഗീയത എന്ന് പറയുന്നത് BJP മാത്രമായിട്ടാണ്. പക്ഷെ അത് പൊതുസമൂഹം അത് തള്ളിക്കളഞ്ഞതിന് തെളിവാണ് BJPയുടെ സ്വീകാര്യത എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ജില്ലാതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ വിശേഷിച്ചും ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ജില്ലകളിലെ BJP നല്ല സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞു. അതിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 മുൻ MLAയും 1 MLAയും BJPയിലേക്ക് ചേർന്നു. CPIയുടെ സിറ്റിംഗ് MLA ആയിട്ടുള്ള CC മുകുന്ദനും നാട്ടികയിൽ നിന്ന്, അതുപോലെ S രാജേന്ദ്രൻ CPMന്റെ MLA ആയിരുന്നു. അതുപോലെ CPIയുടെ അജിത്ത് എന്ന് പറയുന്ന വൈക്കത്തെ 2 തവണ പിന്നോക്ക ഇവർ 3 പേരും ദളിത് വിഭാഗത്തിൽ നിന്നാണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നതാണ്, അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്ന് 3 തവണ MLA വരെ ആയ ആളിന് പോലും പാർട്ടിയിൽ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കില്ല. അതായത് സംവരണ സീറ്റിനപ്പുറം CPM ഒരിക്കലും ദളിത് വിഭാഗങ്ങളെ കൈകാര്യം ഒരു തരത്തിലും അവർക്ക് അവസരം കൊടുത്തിട്ടില്ല. അപ്പം പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയത് വിശ്വമാനവികതയുടെ പശ്ചാത്തലത്തിലാണെങ്കിലും നിങ്ങളെ ദളിതനായിട്ട് മാത്രമാണ് നിലനിർത്തുന്നത്. കോൺഗ്രസിലും ഇത് തന്നെയാണ് അവസ്ഥ. BJPയിൽ മാത്രമാണ് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടെ സംവരണ കോട്ടയ്ക്ക് വെളിയിൽ, ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ അവരൊക്കെ ആ തരത്തിലേക്ക് ഉയർന്നു വന്നവരാണ്. അല്ലാതെ അവർക്ക് ഒരു സംവരണം കൊടുത്തുള്ള സീറ്റിലേക്ക് ഒതുക്കുകയല്ല ചെയ്തത്. അപ്പോൾ ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ MLAമാരായിരുന്ന 3 തവണ MLA ആയിരുന്ന CPMന്റെ ഒരാൾ, ദളിതനായ ഒരാളിന് അഭയം അവസാന കാലത്തെ BJPയിലേക്ക് വരികയാണ്. ഇതൊരു വലിയ സന്ദേശമാണ്, വലിയൊരു സന്ദേശം. ആ തരത്തിൽ SNDP യോഗത്തിന്റെ പിന്തുണയുണ്ട്. അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ഹിന്ദു സമൂഹത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇന്ന് തങ്ങളുടെ രക്ഷകരായിട്ട് കാണുന്നത് BJPയെയാണ്. അത് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള സംഘർഷത്തിന്റെ തുടക്കവും തന്നെയായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇറോഷൻ ഉണ്ടാകുക BJPയുടെ വളർച്ചയോടായിരിക്കും. കാരണം നമ്മൾ പശ്ചിമ ബംഗാളിലെ പോലെയല്ല. പശ്ചിമ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നത് കാർഡിയാക് അറസ്റ്റ് പോലെയാണ്. പെട്ടെന്ന് 2011 പെട്ടെന്ന് അവർക്ക് പരാജയപ്പെടുന്നു. 16 ആകുമ്പോഴത്തേക്കും അവർക്ക് പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ട് 2024 0 ആയി. പക്ഷെ കേരളത്തിൽ എങ്ങനെ? കേരളത്തിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് ഇത് ഗ്രാജുവൽ ആയിട്ടാണ് കേരളത്തിൽ. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം അതുപോലെ തന്നെ നമ്മുടെ BJP വളരുകയാണ്. തീർച്ചയായും BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അടിസ്ഥാന ജനവിഭാഗങ്ങളുള്ള പ്രദേശങ്ങളായി വരികയാണ്. ആ മേഖലയിൽ അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ടത് നായർ ഈഴവരല്ലാത്ത ഒരുപാട് പിന്നോക്ക ചെറിയ ജാതി വിഭാഗങ്ങളുണ്ട് കേരളത്തിൽ. രാഷ്ട്രീയമായിട്ട് പൂർണ്ണമായിട്ട് അവഗണിച്ചവരുണ്ട്. ഇപ്പം കേരളം നിയമസഭയിൽ നമ്മളൊക്കെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ദളിതരും സംവരണത്തിലെ ദളിത് സീറ്റും പിന്നീട് നായർ ഈഴവരാണ്. മറ്റ് ജാതികൾ 1-2 പേരേ ഉള്ളൂ. മറ്റ് വിശ്വകർമ്മരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊന്നും ഒരു അംഗീകാരം കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസും കൊടുക്കാറില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കൊടുക്കില്ല. ഇപ്പം ധീവര സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി തന്നെ വന്നിരുന്നല്ലോ. അത് ഇത്തരം മേഖലകളിലൊന്നും അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് ആ ജാതിയുടെ തലത്തിൽ ഒന്നും ഉയരാനേ കഴിയുന്നില്ല. അപ്പം BJP അങ്ങനെയല്ല കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് BJPക്ക് വരുന്നവർ പുറത്തേക്ക് ഒഴുകുന്നില്ല. തീർച്ചയായും. അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ പുതിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ നടക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് അടുത്തൊരു 10 വർഷം, എൻ്റെ ഒരു കാഴ്ചപ്പാട് അടുത്തൊരു 5-10 വർഷം കൊണ്ട് വലിയ മാറ്റം കേരളത്തിലുണ്ടാകും. വിശേഷിച്ചും ഹിന്ദു സമൂഹത്തിനിടയിൽ വലിയൊരു മാറ്റമുണ്ടാകും. കാരണം ഇവരുണ്ടാക്കിയ ഒരു പുകമറയുണ്ടായിരുന്നു, ഈ ഫാസിസ്റ്റ് സവർണാധിപത്യം എന്നുള്ള ആ പുകമറ ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 12 വർഷമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്തു. അപ്പൊ അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ BJPയുടെ ഒരു വ്യാപനം, പിന്നോക്ക അവശ ദളിത് വിഭാഗങ്ങളിലേക്ക് കാര്യമായ വ്യാപനം ഉണ്ടാവും ആ മേഖലയിൽ. അതുകൊണ്ട് തന്നെ കേരളം ഒരു പുതിയ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കേരളം പതുക്കെ ചൂട് മാറ്റുന്ന ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പോടെ രൂപപ്പെട്ടു വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.